നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സർ, ചായ. നന്ദിനി, എന്താ സർ? നന്ദിനി, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ തന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. പക്ഷേ തന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവുമില്ല. ഞാൻ വേണ്ടെന്ന് പറഞ്ഞല്ലേ സർ? നന്ദിനി, എനിക്ക് തന്റെ കഴിവുകൾ അറിയാം. ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അതിൽ താൻ വിജയിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് താൻ ബോധപൂർവം വേണ്ടാന്ന് വെക്കുക. നന്ദിനി, ഞാൻ ശ്രമിക്കുന്നത് തന്നെ മറ്റുള്ളവരുടെ കൂടെ എത്തിക്കാൻ വേണ്ടിയാ. തനിക്കൊരു കുറവില്ലെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയാ. അത് ഞാൻ വാശ കൊണ്ട് ചെയ്യണതല്ല, ഇഷ്ടം കൊണ്ട് ചെയ്യണതാ. സാറിന് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ടോ? ഉണ്ടോ സർ? അങ്ങനെ ചോദിച്ചാ ഒറ്റയടിക്ക് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷേ താൻ എനിക്ക് എന്തൊക്കെയാണ്. എന്റെ ആശ്വാസം, എന്റെ സന്തോഷം, അതൊക്കെ ഇപ്പൊ താൻ മാത്രമാ. ചുറ്റുപാടുകളിൽ എന്തൊക്കെ നടന്നാലും അതിനൊടുവിൽ ഞാൻ തൻ്റെ അടുത്താ വന്നിരിക്കുന്നേ. അപ്പോ ഞാൻ അനുഭവിക്കുന്ന മനസ്സിന്റെ ഒരു സുഖമുണ്ടല്ലോ, അതിപ്പോ താൻ എന്നോട് എതിർത്ത് സംസാരിച്ച പോലും. യെസ് നന്ദിനി, ഇതിനൊക്കെ തന്നെയായിരിക്കും ഈ ഇഷ്ടം എന്ന് പറയുന്നത്. സാറിന് അത്രയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞാൽ ചെയ്യോ? ചെയ്യാം, പറഞ്ഞോ. എങ്കിൽ എന്നെ എന്റെ വീട്ടിലേക്ക് വിട്ടേക്ക് സർ. സാറും സാറിന്റെ അച്ഛനും ഓരോന്ന് മാറി മാറി പറഞ്ഞ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയാ എനിക്ക് പോണ്ടേ സർ? എന്റെ കുടുംബത്തിനൊത്ത് ജീവിക്കണ്ടേ? നന്ദിനി, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇപ്പോഴും പോകാൻ തന്നെയാണോ താൻ ആഗ്രഹിക്കുന്നത്? അതെ സർ. കലങ്ങിയ വെള്ളത്തിൽ ജീവിച്ചിരുന്ന ഒരു മീനാ ഞാൻ. എന്നെ കരക്കെടുത്തിട്ട് സാറ് സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഓരോ സന്തോഷത്തിലും എന്റെ പെടച്ചിലുണ്ട് സർ. ഞാൻ ശ്വാസം മുട്ടി പെടഞ്ഞോണ്ടിരിക്കുക. തിരിച്ച് ആ വെള്ളത്തിൽ വീണാലേ എനിക്ക് ശ്വസിക്കാൻ പറ്റൂ, എനിക്ക് ജീവിക്കാൻ പറ്റൂ. എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലുത് എന്റെ വീട് തന്നെയാ സർ. നന്ദിനി, കഴിക്കാൻ എന്താ ഇവിടെ ഉള്ളത്? മാഡം, രാവിലെ ഉള്ളതൊക്കെ ഉള്ളൂ, ബാക്കി ആവുന്നതേ ഉള്ളൂ. എനിക്ക് നല്ല വിശപ്പുണ്ട്. രാവിലെ ഇഡലി ആയിരുന്നില്ലേ? ഒന്ന് രണ്ടെണ്ണം എടുത്തോ. ഇഡ്ലിക്ക് സാമ്പാർ മതിയോ? നീ ഒരു മുളക് ചമ്മന്തി ഉണ്ടാക്കാറില്ലേ?
അത് മതി. നീ അതുണ്ടാക്കുന്ന നല്ല ടേസ്റ്റാ. അത് നല്ലതെന്ന് മാഡം ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ, എപ്പോഴും പറയാൻ പറ്റിയെന്നൊന്നും വരില്ല. ഇപ്പൊ നിനക്കത് ഉണ്ടാക്കാൻ പറ്റൂ ഇല്ലയോ? ആ, ഇപ്പൊ ഉണ്ടാക്കാം. എന്നാ വേഗം ആവട്ടെ. അയ്യോ, കറണ്ട് പോയല്ലോ. എന്തുപറ്റി? കറണ്ട് പോയി മാഡം. ഞാനിപ്പോ തന്നെ അമ്മിയിൽ അരച്ചുതരാം. എന്നാ വേഗം ആവട്ടെ.